266 മാർപ്പാപ്പ പോപ്പ് ഫ്രാൻസിസ് വിടവാങ്ങിയിരിക്കുന്നു. 2013 മുതൽ ഒരു വ്യാഴവട്ടക്കാലം റോമൻ കാത്തലിക് ചർച്ചിന്റെ മഹാപുരോഹിത പദവി വഹിച്ച മഹാ ഇടയനായിരുന്നു അദ്ദേഹം. ലോക ജനതയ്ക്ക് തീരാ നഷ്ടമാണ് എന്നും മനുഷ്യപക്ഷത്ത് നിലകൊണ്ട ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വേർപാട്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മരണത്തോടെ അടുത്ത മാർപ്പാപ്പ ആര് എന്ന ചോദ്യം ഉയർന്നിരിക്കുകയാണ്. മാർപ്പാപ്പമാരുടെ മരണം സ്ഥിരീകരിച്ചാലുള്ള നടപടിക്രമങ്ങൾ, പുതിയ മാർപ്പാപ്പയുടെ തെരഞ്ഞെടുപ്പ്, അതെല്ലാം എങ്ങനെ പരിശോധിക്കാം. ഒരു മാർപ്പാപ്പ കാലം ചെയ്താൽ അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിച്ചത് മുതൽ അടുത്ത മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നത് വരെ ഒരു നിർണായക ഇടവേളയുണ്ട്. അത് പാപ്പൽ ഇന്റർറെഗ്നം പീരീഡ് എന്നാണ് അറിയപ്പെടുന്നത്. കാമർലങ്കോ പദവിയുള്ള വത്തിക്കാന്റെ ഭരണസമിതിയിലെ കർദിനാൾ മാർപ്പാപ്പയുടെ മരണം സ്ഥിരീകരിക്കുന്നത് മുതലാണ് ഈ ഇടവേള ആരംഭിക്കുക. മാർപ്പാപ്പയുടെ മാമോദിസ പേര് 3 വട്ടം വിളിച്ചാണ് ഇദ്ദേഹം ഔദ്യോഗികമായി മരണം സ്ഥിരീകരിക്കുന്നത്. 1963 വരെ ഒരു വെള്ളി ചുറ്റിക കൊണ്ട് പതിയെ മാർപ്പാപ്പമാരുടെ നെറ്റിയിൽ തട്ടിയായിരുന്നു ഈ ചടങ്ങ്. പിന്നീട് അത് മാറ്റി പേര് വിളിക്കലാക്കി. മരണം സ്ഥിരീകരിച്ചാൽ പിന്നീട് വത്തിക്കാന്റെ ഔദ്യോഗിക ചാനൽ വഴി ഈ വിവരം പുറത്തുവിടും. മാർപ്പാപ്പമാരുടെ ഔദ്യോഗിക വസതി എന്നറിയപ്പെടുന്ന പാപ്പൽ അപ്പാർട്ട്മെന്റ് കാമർലങ്കോ ലോക്ക് ചെയ്യുന്ന ചടങ്ങാണ് പിന്നീട് നടക്കുക. ശേഷം ഓരോ മാർപ്പാപ്പയെയും അധികാര സൂചകമായി കയ്യിൽ അണിയുന്ന മോതിരവും സീലും നശിപ്പിച്ചു കളയാൻ അദ്ദേഹം ഉത്തരവിടും. നിലവിലെ മാർപ്പാപ്പയുടെ കാലം അവസാനിച്ചു എന്നതിന്റെ പ്രതീകമായാണ് ആ ചടങ്ങ്. പോപ്പിന്റെ സംസ്കാര ചടങ്ങുകൾക്കുള്ള തയ്യാറെടുപ്പുകളാണ് പിന്നീട് നടക്കുക. മരണം സ്ഥിരീകരിച്ചാൽ 4 മുതൽ 6 ദിവസത്തിനുള്ളിൽ ഭൗതിക ശരീരം അടക്കം ചെയ്യണം. തന്നെ ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്ത് അടക്കം ചെയ്യണമെന്ന് മാർപ്പാപ്പ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ഥലത്താകും സംസ്കാര ശുശ്രൂഷ നടക്കുക. അല്ലെങ്കിൽ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ തന്നെ ശരീരം അടക്കം ചെയ്യും. 9 ദിവസത്തെ ദുഃഖാചരണമാണ് പിന്നീട്. ഇതിനു ശേഷമാണ് പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുക. 15 മുതൽ 20 ദിവസത്തിനിടയിലാണ് പുതിയ മാർപ്പാപ്പയ്ക്കായുള്ള വോട്ടിംഗ് പ്രക്രിയ ആരംഭിക്കുക. 80 വയസ്സിൽ താഴെയുള്ള കർദിനാളുമാർക്കാണ് മഹാ ഇടയ പദവിക്കായി വോട്ട് ചെയ്യാനുള്ള അർഹതയുള്ളത്. സാങ്കേതികമായി മാമോദിസ മുങ്ങിയ ഏതൊരു റോമൻ കത്തോലിക്ക പുരുഷനെയും പോപ്പായി തിരഞ്ഞെടുക്കാം. എന്നാൽ സാധാരണഗതിയിൽ കർദിനാളുമാർക്കിടയിൽ നിന്നുള്ളവരെ തന്നെയാണ് പോപ്പായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. അല്ലാതെ അവസാനമായി തിരഞ്ഞെടുക്കപ്പെട്ടത് 1379 അർബൻ 6 മാത്രമായിരുന്നു. നിലവിൽ ലോകത്തെ വിവിധ ഭാഗങ്ങളിലായി 252 കർദിനാളുമാരുണ്ട്. ഇവരിൽ 138 പേർക്ക് വോട്ടവകാശവുമുണ്ട്. മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാൻ ഇവർ വത്തിക്കാനിൽ നേരിട്ട് സന്നിഹിതരാകണം. പാപ്പൽ കോൺക്ലേവ് എന്നാണ് ഈ കൂടിക്കാഴ്ചയുടെ പേര്. തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയം പുറം ലോകവുമായി കർദിനാളുമാർക്ക് ഒരു ബന്ധവും ഉണ്ടാകില്ല. പുറത്തുനിന്നുള്ള യാതൊരുവിധ സ്വാധീനവും ഉണ്ടാകാതിരിക്കാൻ വോട്ട് ചെയ്യാൻ അർഹരായ കർദിനാളുമാരെ സിസ്റ്റീൻ ചാപ്പൽ എന്നയിടത്താണ് താമസിപ്പിക്കുക. അവർക്കുള്ള എല്ലാ സൗകര്യങ്ങളും അതിനുള്ളിലുണ്ടാകും. തെരഞ്ഞെടുപ്പ് ആരംഭിക്കുന്നതോടെ അവർക്ക് പുറത്തേക്ക് പോകാനോ മറ്റു മാധ്യമങ്ങൾ ഉപയോഗിക്കാനോ അനുവാദവും ഉണ്ടാകില്ല. ഈ കർദിനാളുമാർ വോട്ടിട്ടാണ് പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നത്. 3/2 ഭൂരിപക്ഷം ഏതെങ്കിലും ഒരു കർദിനാളിന് ലഭിക്കുന്നത് വരെ പലതവണ വോട്ടെടുപ്പ് നടക്കും. ഓരോ തവണ വോട്ടെണ്ണൽ നടന്നു കഴിയുമ്പോഴും ബാലറ്റ് കത്തിച്ചു കളയുകയാണ് പതിവ്. ഒരു തരം കെമിക്കൽ ഉപയോഗിച്ചാണ് ഇത് കത്തിക്കുക. ഇങ്ങനെ കത്തിക്കുന്നതിലൂടെ പുറത്തു വരുന്ന പുക കറുത്തതാണെങ്കിൽ ഇതുവരെ മാർപ്പാപ്പയെ തിരഞ്ഞെടുത്തില്ല എന്നാണ് അർത്ഥം. പുറത്തു വരുന്നത് വെള്ളപ്പുകയാണെങ്കിൽ സഭയ്ക്ക് പുതിയ മാർപ്പാപ്പ ആയി എന്നും ഉറപ്പിക്കാം. 3/2 ഭൂരിപക്ഷം ലഭിക്കും വരെ വോട്ടെടുപ്പ് തുടർന്നുകൊണ്ടേയിരിക്കും. കോൺക്ലേവിൽ ഓരോ ദിവസവും 4 റൗണ്ട് വോട്ടെടുപ്പ് വരെയാണ് നടക്കുക. 33 റൗണ്ടുകൾക്ക് ശേഷവും തീരുമാനമായില്ല എങ്കിൽ ആദ്യ 2 സ്ഥാനത്തുള്ളവർ തമ്മിലാകും പിന്നീട് വോട്ടെടുപ്പ്. അവസാന 3 പോപ്പുമാരുടെ തിരഞ്ഞെടുപ്പ് പക്ഷേ താരതമ്യേന വേഗത്തിലായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പുതിയ പോപ്പിനെ തിരഞ്ഞെടുക്കാനായി. എന്നാൽ 1271 ഗ്രിഗറി 10 മാർപ്പാപ്പയെ തിരഞ്ഞെടുത്ത പാപ്പൽ കോൺക്ലേവ് കടുത്ത രാഷ്ട്രീയ തർക്കങ്ങൾ കാരണം ഏകദേശം 3 വർഷമാണ് എടുത്തത്. അതായത് കർദിനാൾമാർക്കിടയിലെ ഭിന്നതയും ഐക്യവുമാണ് ദിവസങ്ങൾ എത്ര എടുക്കുമെന്നതിന്റെ അളവുകോൽ എന്നർത്ഥം. ഒരാൾക്ക് 3/2 ഭൂരിപക്ഷം കിട്ടിയാൽ അദ്ദേഹത്തിന്റെ സമ്മതം തേടുകയാണ് പിന്നീടുള്ള ചടങ്ങ്. അക്സെപ്റ്റോ എന്ന വാക്കിലൂടെ അവർ സമ്മതം അറിയിച്ചാൽ പിന്നെ പേര് തിരഞ്ഞെടുക്കലാണ് നടക്കേണ്ടത്. ഇതിനുശേഷം പുതിയ മാർപ്പാപ്പയെ ലോകത്തിന് പരിചയപ്പെടുത്തും. ഹബേമസ് പാപ്പം എന്ന് വിളിച്ചോതിയാണ് ഉന്നതസ്ഥാനീയനായ കർദിനാൾ ഈ ചടങ്ങ് നിർവഹിക്കുന്നത്. നമുക്കൊരു മാർപ്പാപ്പയെ ലഭിച്ചിരിക്കുന്നു എന്നാണ് അർത്ഥമാക്കുന്നത്. അതിനുശേഷം പുതിയ മാർപ്പാപ്പ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ബാൽക്കണിയിൽ വിശ്വാസികളെ അഭിസംബോധന ചെയ്യും. മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാൻ നിലവിൽ 138 കർദിനാൾമാർക്ക് അർഹതയുണ്ട് എന്ന് സൂചിപ്പിച്ചല്ലോ. അവരിൽ പലരും ഏഷ്യയിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നുള്ളവരാണ്. അവരെ തെരഞ്ഞെടുത്തത് ഫ്രാൻസിസ് മാർപ്പാപ്പ നേരിട്ടായിരുന്നു. സഭയെ വൈവിധ്യവൽക്കരിക്കുക എന്ന ലക്ഷ്യമായിരുന്നു അതിനു പിന്നിൽ അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ മാർപ്പാപ്പ ഏഷ്യയിൽ നിന്നോ ആഫ്രിക്കയിൽ നിന്നോ ഉള്ള ഒരാളാകാനുള്ള സാധ്യതയുമുണ്ട്. അങ്ങനെ വന്നാൽ നൂറ്റാണ്ടുകൾക്കിടയിലെ ആദ്യ സംഭവമാകും അത്.